മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. പത്രപരസ്യ വിവാദത്തിൽ പ്രതികരണവുമായി VT സതീശൻ. CPIM വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VT സതീശൻ പറഞ്ഞു. മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള CPIM ശ്രമം പരസ്യം നൽകിയത് മതപരമായി ഭിന്നിപ്പുണ്ടാക്കാനുള്ള ദുരുദ്ദേശത്തോടെയാണ്. പരസ്യം നൽകിയതിന്റെ ഉത്തരവാദി മന്ത്രി MB രാജേഷാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം CPIM നേതാക്കൾക്ക് സമനില തെറ്റി. ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തിന് ഉപതെരഞ്ഞെടുപ്പ് മറുപടി നൽകും. LDF പത്രപരസ്യം നൽകിയത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്നും VT സതീശൻ വ്യക്തമാക്കി. വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഉണ്ടാക്കിയതുപോലെ പാലക്കാടും തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ വാർത്തയെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന അഡ്വറ്റോറിയൽ നൽകി വർഗീയ പ്രചരണത്തിനാണ് CPIM ശ്രമിച്ചിരിക്കുന്നതെന്ന് സതീശൻ തുറന്നടിച്ചു. CPIMനെ കുറിച്ചോർത്ത് ലജ്ജിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദീപ് വാര്യർ BJPയുടെ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നതിനെയാണ് CPIM വർഗീയവത്കരിക്കാൻ ശ്രമിക്കുന്നത്. മുസ്ലിം സംഘടനകളുടെ ഉടമസ്ഥതയിലുള്ള പത്രങ്ങളിൽ പരസ്യം സ്വന്തം പത്രമായ ദേശാഭിമാനിയിൽ പോലുമില്ല. എല്ലാ മതവിഭാഗങ്ങളും വായിക്കും എന്നതുകൊണ്ടാണ് സ്വന്തം പത്രത്തിൽ കൊടുക്കാതിരുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനികളെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി ദീപിക പത്രത്തിൽ ഒരു പരസ്യം നൽകി. മുസ്ലിം പത്രത്തിൽ മറ്റൊരു പരസ്യവും കൊടുത്തു. എന്നാൽ അതിനേക്കാൾ വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയ പ്രചരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സംഘപരിവാർ പോലും CPIMന് മുന്നിൽ നാണിച്ച് തല താഴ്ത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.